സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവും CPI കൺട്രോൾ കമ്മീഷൻ ചെയർമാനും മുൻ MP-യുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. നമസ്തേ. തെരഞ്ഞെടുപ്പ് ഇനി വളരെ പടിവാതിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. ഒന്നാമത് മറ്റ് സംസ്ഥാനങ്ങൾ പോലല്ല കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന രാഷ്ട്രീയം ശരിക്കും പഠിക്കുന്നവരാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും രാഷ്ട്രീയ കാര്യങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അനുഭവജ്ഞാനമുണ്ട്. അവരെ മുമ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? മാത്രമല്ല, രാഹുൽ ഗാന്ധിയെപ്പോലൊരാൾ രാജ്യത്ത് BJP മുഖ്യ ശത്രുവായി കാണുന്നൊരു പ്രസ്ഥാനത്തെ നേതാവ്, ആ നേതാവ് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര മോശമാണത്. ഈ രാഹുൽ ഗാന്ധിയുടെ രാജ്യത്തിലാകമാനമുള്ള ഒരു പ്രശസ്തി ഉണ്ടല്ലോ, അതിവിടെ ചുരുങ്ങിപ്പോവില്ലേ? ഇവിടെ ചുരുങ്ങിയില്ലേ? BJPക്കെതിരായി മത്സരിച്ചാൽ കൊള്ളായിരുന്നു. BJP ആണല്ലോ ശത്രു. അവിടെ BJP ആണെങ്കിൽ അവിടെ BJP ഇല്ല, BJPയുടെ സ്ഥാനാർത്ഥിയല്ല. എന്തൊരു രസകരമായ കാര്യമാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കുക, കോൺഗ്രസ്സുകാർ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വലിയ ചിന്തയില്ലേ? നേരത്തെ AK ആന്റണി പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞതാണ്, കോൺഗ്രസ്സുകാർ അധികം വായിക്കാറില്ല. അത് ശരിയാണോ? കോൺഗ്രസ്സുകാർക്ക് ഒരു ചിന്തയുമില്ലേ രാഷ്ട്രീയത്തെക്കുറിച്ച്? കേവല ജ്ഞാനമുള്ള ആളുകൾക്കറിയാം, രാജ്യം മുഴുവൻ ഒരുമിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിനെതിരാണ്. കാരണം അവർ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഇതുപോലെ വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതും വഞ്ചന എങ്ങനെയാണ്? സാധാരണ വഞ്ചന പോലല്ല. നമുക്ക് പലപ്പോഴും വഞ്ചിക്കുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങനെ ചെയ്തേക്കെന്ന് പറയും. പക്ഷേ ഇത് പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വന്നവരാണ്. ദൈവവിശ്വാസികൾ ഒരുപാട് കള്ളം പറയില്ലല്ലോ. കള്ളം പറയുന്ന ആൾ നരകത്തിൽ പോകുന്ന ദൈവവിശ്വാസികളുടെ വിശ്വാസം. അങ്ങനെയുള്ളൊരു ചിന്തയുള്ള ഈ നാട്ടിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇങ്ങനെ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഇടതുപക്ഷത്തിനെതിരെയാണ് മത്സരമെങ്കിലും കേരളത്തിൽ LDFും UDFും തമ്മിൽ പോരാടുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വരരുതെന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്? ഇല്ല, അത് വേറെ കാര്യം. LDFും UDFും തമ്മിൽ കേരളത്തിൽ പോരാടുകയാണ്. അപ്പുറത്തല്ല തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വോട്ട് പിടിക്കും. തിരിച്ചങ്ങോട്ടുമുണ്ട്. ഞാനില്ലെന്ന് പറയല്ല. ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് എപ്പോഴും മാതൃകയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 2004 പാർലമെൻറ്റ്, 2005 ഞാൻ പാർലമെൻറ്റിൽ എത്തിയല്ലോ. ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് ആ ഗവൺമെൻറ്റിൻ്റെ ദിശ നിശ്ചയിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ 18 MP-മാരാണ്. അത് മറക്കാൻ വേണ്ടി പറ്റൂലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് രാജ്യം ഭരിക്കാൻ വേണ്ടി അന്ന് ഒരു വഴിയുണ്ടാക്കി കൊടുത്ത ഇടതുപക്ഷമാണ്. പക്ഷേ വഴിയുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടതുപക്ഷം ഒരു കാര്യം ചെയ്ത് ഇതിനൊക്കെ ഏകപക്ഷീയമായല്ല, നമ്മളപ്പോൾ പറഞ്ഞ് കോമൺ മിനിമം പ്രോഗ്രാം വേണം. കാരണം നിങ്ങൾ വന്നാൽ നിങ്ങളുടെ നയ നടപ്പിലാക്കുക, ആ നയ നടപ്പിലാക്കാൻ പറ്റില്ല. എന്തിനെ കോടാനുകൂടി ജനങ്ങളില്ലേ? ആ ജനങ്ങളെ ജീവിതവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്? അവരെ പോരാട്ട ഭൂമിയിലല്ലേ? അങ്ങനെയുള്ള നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് അവർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണം. ഇവിടെ നില തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, വനാവകാശ നിയമം വന്നു, ആദിവാസികൾക്ക് സംരക്ഷണ നിയമം വന്നു, രാജ്യത്തിലാകമാനമുള്ള ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായി വിവരാവകാശ നിയമം വന്നു. മാത്രമല്ല, രാജ്യത്ത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ലെഫ്റ്റ് ഉണ്ടല്ലോ നമ്മളെ നോക്കാനെന്ന ആ ലെഫ്റ്റിൻ്റെ ഗുണം കൊണ്ടാണ് അന്ന് വിൽക്കാൻ വെച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി വേണ്ടെന്ന് വെച്ചു. അതൊക്കെ അന്നുണ്ടായ നേട്ടങ്ങളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവിൽ കേരളത്തിലെ ഇടതുപക്ഷം ബേജാറായിട്ടുണ്ട്. എന്തിന് ബേജാർ? കാരണം നേതാക്കന്മാരുടെ പ്രതികരണം തന്നെ ആ നിലയ്ക്കാണ്. ഇത്രയധികം ബേജാറാവേണ്ട കാര്യമുണ്ടോ? ഒരു ബേജാറാവേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നെ ഒരുപാട് മീഡിയാസിൻ്റെ കുറേ കളി, പിന്നെ അതിന് പുറമെ നമ്മളെ ഈ ഫേസ്ബുക്ക്, ഇപ്പോഴത്തെ പിന്നെ ജനകീയ മീഡിയ ഉണ്ടല്ലോ, അതിൻ്റെ കളി, സോഷ്യൽ മീഡിയ,
ഇതൊക്കെയുള്ള ഏർപ്പാട് മാത്രമേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ ഇതര മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമോ എന്ന് അവർ ധരിക്കുക. ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഉണ്ടല്ലോ, ആ ലീഡർഷിപ്പാണെങ്കിൽ എല്ലാവരും പല വഴിയിലായിരുന്നു. അവർക്കൊക്കെ തന്നെ ഒരു വലിയ ഭയമായിരുന്നു. ഇത് നമ്മളെ സംഗതി വാട്ടറിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം പറയും? ഇനി അവർക്ക് സമാധാനം പറയാൻ ഒരു കാരണമുണ്ടല്ലോ, രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എല്ലാ കാര്യത്തിനും നേരിട്ട് സമാധാനം പറഞ്ഞോട്ടെ, ഇനി ഇവർക്ക് ബാധ്യതയില്ലല്ലോ. എല്ലാവരും പോയി വയനാട്ടിൽ തമ്പടിക്കും. എന്നിട്ട് തമ്പടിച്ചിട്ട് പറയും കേരളത്തിൽ വല്ലതും സംഭവിച്ചാൽ അവരെന്താ പറയുക, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, രാഹുലിനെ ജയിപ്പിക്കാൻ അങ്ങോട്ട് പോയിരിക്കുന്നു. ഇത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്. അതുകൂടി താങ്കൾ രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് എല്ലാം കെട്ടിവെക്കാൻ വേണ്ടി ഏർപ്പാടാണ്. അതിന് ബുദ്ധിമാന്മാരായി ഇവർ, ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പിന്നെ സാക്ഷാൽ മുല്ലപ്പള്ളിയും എല്ലാം അതിന് പറ്റിയ ആളുകളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ നേരിടുന്നതിനുള്ളൊരു തന്ത്രം ഇടതുപക്ഷത്തിന് ഇല്ലെന്ന് വേണമെങ്കിൽ പൊതുവേ തോന്നും. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ നടത്തിയ പ്രസ്താവന ഇടതുപക്ഷത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ കേരളത്തിൽ നയിക്കുന്ന CPM കുറിച്ച് താൻ ഒന്നും പറയില്ലെന്നാണ്. അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളെ, അദ്ദേഹം ഇന്ത്യയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുറ്റബോധമുണ്ടായി. എന്താ കുറ്റബോധം? ഞാൻ അവിടെ പോയിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് പോയി മത്സരിക്കുമ്പോൾ നാട്ടിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് അദ്ദേഹത്തിനൊരു കുറ്റബോധം ഉണ്ടായതുകൊണ്ട് ആ കുറ്റബോധത്തിനൊരു ജാമ്യം എടുത്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതിൽ കൂടുതലൊന്നും നിങ്ങൾ കാണണ്ട. അപ്പോൾ ആര് ജയിക്കും വയനാട്ടിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. നമുക്ക് പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. ആ പ്രതീക്ഷയോട് നമ്മൾ ഫൈറ്റ് ചെയ്യും. കാരണം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിങ്ങൾക്കറിയാലോ വന്ന് നിൽക്കുന്ന നിപ്പ്. ഇത്തവണ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. കാരണം എന്താ, മറ്റേ ജനതാദളിൻ്റെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ജനതാന്ത്രിക് ജനതാദൾ, ആ പാർട്ടി ഇപ്പം നമ്മളെ കൂടെ വന്നിരിക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ CK ജാനുവിൻ്റെ മാറ്റമുണ്ട്. CK ജാനുവിൻ്റെ മാറ്റത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാടെല്ലാം പുളകം കൊള്ളുന്നൊരു സംഭവം ഇന്നലെ നമ്മളെ വാർത്തകൾ സിവിൽ സർവീസിലേക്ക് ശ്രീധന്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി വയനാട്ടിൽ വന്ന്, ആ പെൺകുട്ടി കേരളത്തിന് അഭിമാനം. ആ പെൺകുട്ടി രാജ്യത്തിൻ്റെ മുമ്പിൽ കേരളം ഉയർത്തിക്കാട്ടാവുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കൂടി പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ജാനു. ആ ജാനു കൂടി ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണെന്ന കാര്യം മറക്കരുത്. അതുകൂടി അങ്ങനെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്നാണ്. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശം. കാരണം കേരളത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? അമേഠിയിലോ കേരളത്തിലോ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുക? അമേഠിക്കോ കേരളത്തിൽ നിൽക്കുക? കേരളത്തിലെ ജനങ്ങളെ, അതുപോലെ മലപ്പുറം പോലൊരു പ്രദേശ ജനങ്ങളെ ആഗ്രഹത്തോടു കൂടി വോട്ട് ചെയ്യിപ്പിച്ച് വോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പോകുമെന്ന് പറഞ്ഞാൽ എന്തൊരു മോശത്തരമാണ്. പക്ഷേ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരുപാട് ആവുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാം. എല്ലാ കാര്യത്തിലും നമുക്ക് സ്വപ്നം കാണാം. സ്വപ്നത്തിന് ആർക്കും നമ്മൾ ഒരു ചെലവ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വപ്നത്തിന് വാടകയില്ലല്ലോ. എന്ത് നമുക്ക് സ്വപ്നം കാണാം. UDF പോലെ തന്നെ LDF മോദിയെ താഴെ ഇറക്കണമെന്നാണ് പറയുന്നത്. അന്നേരം രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും പ്രധാനമന്ത്രി ആകില്ലെന്ന് കരുതുന്നുണ്ടെന്നാണ്. അല്ല, പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവുമെന്ന് ഉറപ്പായി പറയാൻ ഇന്ത്യയിൽ ഏത് പത്രക്കാർക്ക് അറിയും? താങ്കൾക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട, താങ്കൾ അല്ലേലോ സ്കോപ്പിൻ്റെ കാര്യത്തിൽ വലിയ പ്രധാനിയാണല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കുക, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? നോ, മോദി പോകും. ഇന്ത്യ പഴയ കാലത്തെ ഇന്ത്യയല്ല. ഏകകക്ഷി ഭരണത്തിൻ്റെ കാലം നേരത്തെ കഴിഞ്ഞു. ഇപ്പം മോഡി ഭരിച്ചെങ്ങനെയാ ആ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് 281 സീറ്റ് കിട്ടി. അതുകൊണ്ട് BJP ഒറ്റയ്ക്ക് അങ്ങ് ഭരിച്ചങ്ങ് പോയി. എന്നാൽ NDA എന്ന് പറയുന്ന കക്ഷികൾ കൂടി ഉണ്ടായിരുന്നു. എല്ലാം കൂടിയാണ് 353 സീറ്റ് കിട്ടിയത് അന്ന്. അപ്പോൾ ആ മുന്നണി, ഈ മുന്നണിയും അതുപോലെ ഇടതുപക്ഷ മുന്നണി ഒരു ഭാഗത്തുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ കക്ഷികളെല്ലാം ഉണ്ട്. ഇന്ത്യ കണ്ടതാണല്ലോ. VP സിംഗ് വന്നില്ലേ? അന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചോ VP സിംഗ് വരുന്നു? VP സിംഗിന് ഉയർത്തിക്കാട്ടിയോ ആരെങ്കിലും? ആരും ഉയർത്തിക്കാട്ടിയില്ല. എന്തൊരു ദേവഗൗഡ ഉയർത്തിക്കാട്ടിയോ? ഇല്ല. ഇന്ത്യയുടെ പുതിയ ചിത്രമെന്ന് പറയുന്നത് മുന്നണി ഗവൺമെൻറ് ഒരു ഭാഗമാണ് ഇന്ത്യ. മുന്നണിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടക്കും. ആ മുന്നണിക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ദിശാമുഖം കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷം. എന്താ? ആ മുന്നണിക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം വേണം. തട്ടിക്കൂട്ടി മുന്നണി ഇപ്പം നമ്മൾ കാണുന്ന ചില സിനിമ പോലെ തട്ടിക്കൂട്ടി പല കഥകളും ചേർത്തുകൊണ്ട് വലിയ പ്രശസ്തിയിൽ സിനിമ കൊണ്ടിരുന്ന മാതിരിയുള്ള ഒരു ഏർപ്പാട് പറ്റില്ല. നമുക്ക് ജനങ്ങളോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു ഗവൺമെൻറ് വേണം. ആ ഗവൺമെൻറ്റിന് ഒരു കോമൺ മിനിമം പ്രോഗ്രാം വേണം. അത് കൊണ്ടുവന്ന് അവിടെ ആരെയാ പ്രധാനമന്ത്രി? അങ്ങനെ ഒരു മുന്നണി വന്നാൽ അതിന്റെ തലപ്പത്ത് എന്തായാലും രാഹുൽ ഗാന്ധി കാണില്ലെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി മുന്നണിയുടെ പ്രധാനമന്ത്രിയാണെന്ന് താങ്കളോട് ആര് പറഞ്ഞു? അല്ല, എന്റെ ചോദ്യമാണത്. അങ്ങനെ ആകില്ല. പ്രധാനമന്ത്രി ആവുന്ന ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല.
കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഇന്ത്യ ഒരുപാട് കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണിയാണ്. ആ ഒരുപാട് കക്ഷികൾ കൂടി ചേർന്ന മുന്നണിയിൽ ആ മുന്നണിക്ക് BJP യെ തോൽപ്പിക്കണം, ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുള്ള രാജ്യത്തിൻ്റെ പൊതുമുദ്രാവാക്യം. കാരണം BJP അതാണല്ലോ. പക്ഷേ BJP യെ എതിർക്കുന്ന ദേശീയ തലത്തിലെ പ്രതിപക്ഷ കക്ഷികളെ നോക്കിയാൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വിശാല മതേതര സഖ്യം യാഥാർത്ഥ്യമാവൂ? അല്ല, എണ്ണത്തിൽ കോൺഗ്രസ് MP-മാർ കൂടുതലുണ്ടെങ്കിലും ഒരു മുന്നണി സംവിധാനം യോജിച്ചുകൊണ്ട് വരുന്ന അവസരത്തിൽ അവിടെ വിട്ടുവീഴ്ചകൾ അനിവാര്യമായ കാര്യം. ആ വിട്ടുവീഴ്ചക്ക് തയ്യാറായേണ്ടി വരും. കാരണം ഇനി വരുന്നൊരു ഗവൺമെൻറ്റിൽ ഇപ്പം വരാൻ പോകുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പം ബംഗാൾ ഒരു ഘടകമാണ്, UP ഒരു ഘടകമാണ്, ബീഹാർ ഒരു ഘടകമാണ്, മധ്യപ്രദേശ് ഒരു ഘടകമാണ്, രാജസ്ഥാൻ ഒരു ഘടകമാണ്, എന്തിന് തമിഴ്നാട് പോലും. ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രാദേശിക പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോശക്കാരല്ല. ആ പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അതിന് വരേണ്ട ഗവൺമെൻറ്. ആ പാർട്ടികളിൽ നിന്നൊരാളായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്? ആ പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പൊതു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ആരാ വരിക എന്നുള്ളത് മുൻകൂട്ടി സങ്കല്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കണ്ടു പറയാം. കോൺഗ്രസിൻ്റെ ഗതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കോൺഗ്രസിനുള്ള സീറ്റ് എത്രയാണ്? 47. 44 ഉണ്ടായിരുന്നു. 44 നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പം 47. എല്ലാം കൂടി ബൈ ഇലക്ഷൻ വന്ന് 47 കോൺഗ്രസിനുള്ള സീറ്റ്. ഈ കോൺഗ്രസ് നേരത്തെ എത്രയാ? 206 ആയിരുന്നു. 206 കോൺഗ്രസ്സാ 44 വന്നത്. അതിപ്പം ബൈ ഇലക്ഷനിൽ കൂടി 47 ആയി. ഇതാണ് കോൺഗ്രസിൻ്റെ നില. പക്ഷേ BJP ചോദിക്കുന്നത് ആരാ നിങ്ങളുടെ നേതാവെന്നാണ്. കാരണം ഇപ്പം തന്നെ പ്രതിപക്ഷ സഖ്യം നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ മായാവതി, മമതാ ബാനർജി, ഇനിയിപ്പോൾ MK സ്റ്റാലിൻ, ദേവഗൗഡ, ഇങ്ങനൊരു വലിയ ഒരുപിടി നേതാക്കളുടെ ഒരു കൂടാരമാണ് പ്രതിപക്ഷം. ഇനിയിപ്പോൾ സഖ്യം ഉണ്ടാക്കിയാൽ അന്നേരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ അടിയായിരിക്കത്തില്ലേ? എല്ലാം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ രാജേഷ്. ഇതുപോലെ ഒരുപാട് പാർട്ടികൾ ചേർന്ന മുന്നണിയുടെ ഇടയ്ക്കാണല്ലോ ദേവഗൗഡ വന്നത്. ഒരുപാട് പാർട്ടികൾ ചേർന്ന മുന്നണിയുടെ ഇടയ്ക്കാണല്ലോ സാക്ഷാൽ BP സിംഗ് വന്നത്. എന്തിനു? പക്ഷേ ഇവർക്ക് ആർക്കും ഒരു സ്ഥിരതയുള്ള ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് തോന്നിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു പകരം സംവിധാനത്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും പ്രധാനമന്ത്രിയാക്കേണ്ട കാര്യം ആലോചിച്ച കാര്യമാണ്. അതുകൊണ്ട് ആര് പ്രധാനമന്ത്രിയാവെന്ന് ഊഹിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല. ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവാണ്. ആ നേതാവ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമേ ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണെന്ന് ഇപ്പോഴേ നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന പ്രഖ്യാപിക്കുകയല്ല, ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിനും അല്ലെ പ്രതിപക്ഷ സഖ്യത്തിനും അനുഭമിതരാകൂ? അങ്ങനെയല്ലല്ലോ. നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് തീരെ ബോധവാന്മാരല്ലാത്ത ആളുകളാണോ ഇടതുപക്ഷ പാർട്ടികൾ? രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഒരു തെറ്റ് ചെയ്ത് ഒരു പിഴവ് കാണിച്ചെന്നുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് രാഷ്ട്രീയത്തിൽ കൊള്ളാത്താളെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ പറയില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഒന്നാം UPA ഗവൺമെൻറ്റിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് ഇടതുപക്ഷമായിരുന്നു. ഏതാണ്ട് 60-ലധികം 63-64 MP-മാരുടെ 63 MP-മാർ. പക്ഷേ അന്നത്തെ കാലത്ത് നിന്ന് ഇടതുപക്ഷം ഇപ്പോൾ വളരെ ദുർബലമായില്ലേ? അല്ല, ഇടതുപക്ഷം കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ട്. പിറകോട്ട് പോയില്ലെന്ന് നമ്മൾ അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പ്രാദേശിക പാർട്ടികളും ചില വിട്ടുവീഴ്ച മനോഭാവങ്ങളും വന്നപ്പോൾ നമ്മൾ കൃത്യമായി പല കാര്യങ്ങളും എടുക്കുന്ന ഒരു നടപടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി പറയാം. ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ, വളരെ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് മഹാരാഷ്ട്രയിൽ നടന്ന മാർച്ച്, കർഷക മാർച്ചിന് വന്ന ജനങ്ങൾ എത്ര? ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു ആ മാർച്ചിൽ. ആ മാർച്ച് കണ്ടപ്പോൾ ഗവൺമെൻറ് എല്ലാം അന്തം വിട്ടുപോയില്ലേ? അത്ര വലിയ ജനസമൂഹം വന്നില്ലേ? പക്ഷേ അങ്ങനെ വന്ന ജനസമൂഹമാണെങ്കിലും അതൊക്കെ ഒരു പാർട്ടി എന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞില്ല. അത് നാളെ വരും, ഇന്ന് വന്നില്ലെന്നുള്ള വേറെ കാര്യം.